ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു മെയിനായിട്ട് വരുന്ന ബെഡ്റൂമിൽ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് എവിടേക്കാണ് സ്വിച്ച് ബോർഡുകൾ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഈ കാണുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നുണ്ട്. അതിനോട് വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. ഇതിപ്പോൾ ബെഡിൻ്റെ ഏരിയ ആണ് വരുന്നത്. ബെഡ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡോറിലേക്ക് വന്നു. ഡോറിൽ നിന്ന് ഡോറ് നമ്മൾ തുറക്കുന്നതിൻ്റെ സൈഡിൽ ഇപ്പുറത്തേക്കാണ് തുറക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരെ മുകളിൽ ഒരു 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 8 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് കൊടുത്തു. ആ ബോക്സ് മെയിനായിട്ട് വരുന്ന രണ്ട് ടു വേ സ്വിച്ച്, അതായത് ഒരു ലൈറ്റും ഫാനും പിന്നെ സീലിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 8 മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ബാത്റൂം തൊട്ടടുത്തായതുകൊണ്ട് ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം തൊട്ടടുത്തായതുകൊണ്ട് ആ 8 മോഡ്യൂളിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ആ ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ചും കൂടി കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ആ ബെഡിൻ്റെ പൊസിഷൻ കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 6 അടി കിട്ടാവുന്ന രീതിയിൽ 6 അടി ബെഡാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് 50 സെൻറ്റിമീറ്ററിൻ്റെ 2 സൈഡ് ടേബിളും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജനൽ വന്നതിരിക്കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മളോട് നമ്മൾ ഈ പറയുന്ന കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നത്, ബെഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, അതായത് ഫിനിഷിങ് നമുക്ക് 65 കിട്ടും. അത് തുടങ്ങുന്ന സമയത്ത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് 2 ബെഡ് സ്വിച്ചായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കൊടുക്കും. അത് വേറെ ഒന്നുമല്ല, 6 അടി കഴിഞ്ഞതിന് ശേഷം വരുന്ന ബെഡ് സ്വിച്ച്, 6 അടി കഴിഞ്ഞ് വരുന്ന ടേബിളിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് സീലിംഗ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. സീലിങ്ങിന് പകരമായിട്ട് വേണമെങ്കിൽ വാർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സീലിങ്ങിൽ ഇടാവുന്ന ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2 സൈഡുകളിൽ ജനൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സെൻട്രൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ബെഡ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റ് മെയിനായിട്ട് ഒരു ട്യൂബ് ലൈറ്റിന് കൊടുത്തിട്ടുണ്ട്, 4 സീലിംഗ് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിക്ചർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ബാത്റൂമിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ, കുളിക്കുന്ന ഏരിയ, പിന്നെ പറയുന്നത് കൺസീൽഡ് ഫ്ലഷിൻ്റെ ഏരിയ, ഇങ്ങനെ 3 ഏരിയകളാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എക്സോസ്റ്റിനുള്ള ഓപ്ഷൻ, ഹീറ്ററിൻ്റെ ഓപ്ഷൻ, പിന്നെ മെയിനായിട്ട് ഒരു ലൈറ്റ് പോയിൻറ്റ്, ബാത്റൂമിൻ്റെ ലൈറ്റ് പോയിൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന് തൊട്ട് മുകളിലായിട്ട് ഒരു മിറർ പോയിൻറ്റ്, വാഷ് ബേസിന് അടുത്തായിട്ട് തന്നെ ഒരു 6 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൂടിയും കൊടുക്കുന്നുണ്ട്. നനയാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. അതായത് കുളിക്കുന്ന വെള്ളം ഒരിക്കലും സ്വിച്ച് ബോർഡിൻ്റെ അടുത്തേക്ക് വരാത്ത രീതിയിൽ വേണം സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുക്കാനായിട്ട്. ഇത് കൂടുതലും വാഷ് ബേസിൻ്റെ ഏരിയയിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത്യാവശ്യം നമ്മുടെ സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ കൊടുക്കേണ്ട മെഷർമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ എൻട്രൻസ് വരുന്ന സ്വിച്ച് ബോർഡുകളും ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡുകളും 130 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്, അതായത് സ്വിച്ച് ബോർഡിൻ്റെ അടിവശം വരുന്നത്. പിന്നെ വരുന്ന ബെഡ് സ്വിച്ചിൻ്റെ 2 സൈഡുകളിലായിട്ട് 70 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അതിൻ്റെ അടിവശം വരുന്നത് 70 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. പിന്നെ ഫുഡ് ലാമ്പ് കൊടുക്കുന്നത് 20 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റിലാണ് നമ്മൾ ഫുഡ് ലാമ്പിന് വേണ്ടി കൊടുക്കുന്നത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്ലഗിന് 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time.